സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇതളുവാടിയ പൂവിലാകുന്നു കായ്കൾ, ഉരുകിയൂറിയ തിരിയിലേയുള്ളു നാളം. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ആയിരത്തി 1967 പെരുവണ്ണമൂഴിയിൽ നിന്ന് പൈസക്കരി അടവിലേക്ക് എനിക്ക് സ്ഥലം മാറ്റം കിട്ടി. അവിടെ ഒരു സംഘർഷഭരിതമായിരുന്നു അന്തരീക്ഷം. അധ്യാപകരും ഇടവക്കാരും തമ്മിലുള്ളതായ ഒരു സംഘർഷം. പഠന നിലവാരം മോശമാകുന്നു എന്നുള്ള അഭിപ്രായമാണ് ഇടവക്കാരുടേത്. അപ്പോൾ അതിൻ്റെ പേരിൽ അന്നത്തെ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന കൊച്ചന്ന ടീച്ചർ സന്തോഷത്തോടുകൂടി ആ HM പോസ്റ്റ് രാജിവെച്ചു. പകരം കോർപ്പറേറ്റ് മാനേജറായിരുന്ന CJ വർക്കിയച്ചൻ ഒരു ഹെഡ് മാസ്റ്ററെ നിയമിച്ചാക്കി. എന്നാൽ അവിടെ ഹെഡ് മാസ്റ്റർ വന്നതിന് ശേഷം പിന്നെയും പ്രശ്നങ്ങളുണ്ടാകിയാൽ അവിടെ ഏറെ സംഘർഷമാകുകയാണ് ഉണ്ടായത്. അതിൻ്റെ പേരിൽ സ്കൂൾ അടയ്ക്കേണ്ടി വന്നു. പിന്നീട് ഈ സംഘർഷത്തിൻ്റെ പേരിൽ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ച് കിട്ടി. ഏതാണ്ട് ഒരാഴ്ചയോളം പള്ളിമുറിയിൽ രണ്ട് പോലീസുകാർ സ്ഥിരമുണ്ടായിരുന്നു. പിന്നീട് സംഘർഷമെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ ഇടവകയെ ഒരു ഐക്യത്തിൽ കൊണ്ടുവരാനായിട്ട് പിന്നീട് എനിക്ക് സാധിച്ചു.
പൈസക്കരിയിൽ അന്ന് യാത്രാ സൗകര്യം തീരെ ഇല്ലായിരുന്നു. ശ്രീകണ്ഠാപുരത്തുനിന്ന് ചന്ദനിക്കാമ്പാറ വരെ ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരം ഒരു ജീപ്പ് റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആണ്ടുതോറും ഇടവകക്കാരെ ഭാഗിച്ചെടുത്ത് അവരുടേതായ ഭാഗങ്ങളിൽ നന്നാക്കിക്കൊണ്ടിരുന്നു. പൈസക്കരിക്കാർക്ക് കിട്ടിയത് പയ്യാവൂരിൽ നിന്ന് പൈസക്കരി വരെയുള്ള 4-5 കിലോമീറ്റർ ദൂരമാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഈ റോഡ് പണിയിൽ സഹകരിച്ചിരുന്നു. പൈസക്കരി, ചെറുപുഴ എന്നീ ഇടവകകളിലെ സംഘർഷഭരിതമായ സേവനങ്ങൾക്ക് ശേഷം 1971 ഓണയാത്തുംകുഴി അച്ഛൻ ഇരുട്ടിക്കടുത്ത് നെല്ലിക്കാംപൊയിൽ ഇടവക വികാരിയായി എത്തി. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന വർഷങ്ങളിലൊക്കെ ഈ ഇടവകയുടെ ആത്മീയ പുരോഗതിയിലും ഭൗതികമായിട്ടുള്ള പുരോഗതിയിലും വളരെയേറെ നിർണായകമായ പങ്ക് വഹിച്ച അജപാലകനാണ് അദ്ദേഹം. 2 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ച അവസരത്തിൽ ഞങ്ങളുടെ സ്വീകരിച്ച് ഇവിടെ എത്തി ഈ ഇടവകയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും ഞങ്ങളുടെ ആഘോഷങ്ങൾ പങ്കെടുക്കുകയും ചെയ്തതിനെ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ ഇവിടെയായിരുന്ന അവസരത്തിൽ പ്രത്യേകിച്ചും അദ്ദേഹം ഒരു ആത്മീയ ആചാര്യനായിരുന്നു. അതോടൊപ്പം തന്നെ ഇടവകയുടെ ഭൗതികമായ നേട്ടങ്ങളിൽ, ഭൗതികമായ പുരോഗതിയിൽ നിർണായകമായി പങ്കുവഹിച്ചു എന്ന കാര്യവും സന്തോഷത്തോടെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ തന്നെ നെല്ലിക്കാംപൊയിൽ ഗ്രാമത്തിൻ്റെ പ്രതിച്ഛായ മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് അച്ഛൻ തുടക്കം കുറിച്ചു. ജാതിമത ഭേദമന്യേ അച്ഛൻ ഗ്രാമത്തെ ഒന്നടങ്കം സ്നേഹിച്ചു. ഇവിടെയും യുവജനങ്ങളായിരുന്നു അച്ഛൻ്റെ സാരഥികൾ. ചെറുപുഴയിൽ നിന്ന് എനിക്ക് പസ്തേന്തി കിട്ടിയത് നെല്ലിക്കാംപൊയിൽ ഇടവകയിലേക്കാണ്. അതൊരു വലിയ ഇടവകയായിരുന്നു. എനിക്ക് ഒരു അസിസ്റ്റൻറ്റും ഉണ്ടായിരുന്നു. സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിലായിരുന്നു ആ ഇടവക. പശു വളർത്തലിന് ധാരാളം സൗകര്യമുണ്ടായിരുന്നു. പാല് ഉൽപ്പാദിപ്പിച്ച് ചായക്കടകളിൽ കൊടുത്തിരുന്നു. ധാരാളം പാലായതുകൊണ്ട് ചായക്കടക്കാർ കാര്യമായ വിലയൊന്നും കൊടുത്തിരുന്നില്ല. അതും പോരാഞ്ഞിട്ട് വല്ലപ്പോഴുമൊക്കെ ആയിട്ട് കടവും കാര്യങ്ങളൊക്കെ അല്പസ്വല്പമായിട്ടൊക്കെ അവരുടെ ആ പാലിൻ്റെ വില കൊടുത്തിരുന്നു. ഈ അവസരത്തിൽ ഇടവകക്കാരായ കുറേ ആൾക്കാർ എൻ്റെ അടുക്കൽ വരികയും ഒരു അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പാൽ സൊസൈറ്റി രൂപീകരിക്കണം. ധാരാളം പാലുണ്ട്, ആൾക്കാരാണെങ്കിൽ പാവപ്പെട്ടവരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ബന്ധപ്പെട്ടവരെയെല്ലാം കണ്ട് ഏതാണ്ട് ഒരു 3 മാസം കൊണ്ട് ഞാൻ അതിൻ്റെ രജിസ്ട്രേഷൻ കൈക്കലാക്കി. പാല് എടുക്കൽ ആരംഭിച്ചു. 2 വർഷക്കാലം ഞാനായിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റും പ്രൊമോട്ടറും എല്ലാം. പിന്നീട് അംഗങ്ങൾ കൂടി വന്നപ്പോഴത്തേക്ക് ഞാൻ എല്ലാം അവരെ ഏൽപ്പിച്ചു. അങ്ങനെ ആ മെമ്പേഴ്സ് എല്ലാവരും കൂടി പ്രസിഡൻറ്റിനെ എല്ലാം തിരഞ്ഞെടുത്ത് അങ്ങനെ വളരെ നല്ല രീതിയിൽ ഇന്നോളം ആ സൊസൈറ്റി പ്രവർത്തിച്ചു വരുന്നു. ഇന്ന് സൊസൈറ്റിക്ക് സ്വന്തമായ ഒരു കെട്ടിടമുണ്ട്. ഏതാണ്ട് 100ഓളം പേര് ഈ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നു. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല സൊസൈറ്റിയായി ഇത് കാണപ്പെടുന്നുണ്ട്. ഏതാണ്ട് ദിവസം 3000 ലിറ്ററോളം പാല് അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ യുവജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് അവിടെ ഒരു വായനശാല നേരത്തെ ഉണ്ടായിരുന്നു.
അത് കുറച്ചുകൂടെ കാര്യക്ഷമമാക്കി വൈകുന്നേരത്തേക്ക് പല പല വിനോദങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞാനും പോയി അതിൽ സംബന്ധിച്ചിരുന്നു. അതുകൊണ്ട് അവർക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു ആ കാര്യത്തിൽ എൻ്റെയും കൂടെ സാന്നിധ്യം കളിവേളകൾ ഉണ്ടായതുകൊണ്ട്. ഇടവക ജനത്തിലൂടെ നാടിൻ്റെ പുരോഗതിയാണ് അച്ഛൻ ലക്ഷ്യം വെച്ചിരുന്നത്. വ്യത്യസ്തമായ ഒരു ധവള വിപ്ലവത്തിനാണ് അച്ഛൻ ഇവിടെ തുടക്കം കുറിച്ചത്. നെല്ലിക്കാമ്പൊയിൽ പാൽ സൊസൈറ്റി. നെല്ലിക്കാമ്പൊയിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലിരുന്ന് ഇതിൻ്റെ ഒരു ആദ്യകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മേഖലയിലെ കുടിയേറ്റത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അച്ഛൻ ചെയ്ത സേവനത്തെക്കുറിച്ച് ഓർക്കാത്ത ഒരു കൃഷിക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മലബാറിൻ്റെ ആദ്യ കുടിയേറ്റ ചരിത്രത്തിൽ സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് 71 മുതൽ 75 വരെയുള്ള കാലഘട്ടത്തിൽ അച്ഛൻ ഇവിടെ നെല്ലിക്കാമ്പൊയിൽ വികാരിയായിട്ട് വരുന്നതും 72 നെല്ലിക്കാമ്പൊയിൽ തന്നെ ഇങ്ങനെ ഒരു ക്ഷീരസംഘം തുടങ്ങാൻ വേണ്ടി അച്ഛൻ നേതൃത്വം കൊടുത്തതും. അതിനുശേഷം നമുക്കറിയാം നമ്മുടെ ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിലുള്ള 10ഓളം സംഘങ്ങൾ രൂപീകരിക്കപ്പെട്ട് മാറി പോയിട്ടും ഇപ്പോൾ നിലവിൽ നമുക്ക് 1100 ലിറ്റർ പാല് പ്രതിദിനം കിട്ടുന്ന വിധത്തിലേക്ക് സംഘം വളരാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മളിരിക്കുന്ന ഈ ഓഫീസും ഇതിൻ്റെ കെട്ടിടവും ഇതിൻ്റെ സംവിധാനങ്ങളെല്ലാം സ്വന്തമായി ഉണ്ടാക്കാൻ സാധിച്ചത് മാത്രമല്ല, ഒരു നല്ല സംഘം എന്നുള്ള നിലയിൽ കൃഷിക്കാർക്ക് ന്യായമായ പ്രതിഫലം നൽകിക്കൊണ്ട് സുത്യർഹമായ സേവനം നടത്തുന്ന ഒരു സംഘമായി മാറാൻ സാധിച്ചു എന്നതിനേക്കാൾ ഉപരി നമ്മുടെ മേഖലയിൽ ക്ഷീരസംഘങ്ങൾ ധാരാളം വരാൻ ഒരവസരം ഉണ്ടാക്കാൻ അതിന് കാരണമായ സത്യത്തിൽ ഈ സംഘം അച്ഛൻ എന്നത്തെ പ്രവർത്തനമാണെന്നുള്ള കാര്യം ഏറെ നന്ദിയോടെയാണ് ഞങ്ങൾ സ്മരിക്കുക. അദ്ദേഹം ഈ ഇടവകയിലെ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി മിൽക്ക് സൊസൈറ്റി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുകയും ചെയ്തത്. അത് അന്നത്തെ കാലഘട്ടത്തിൽ തുച്ഛമായ വില ലഭിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കന്നുകാലി വളർത്തലിന് വലിയൊരു പ്രോത്സാഹനമായിരുന്നു. അതോടൊപ്പം തന്നെ ന്യായമായി വില ലഭിക്കുന്നതിനും ഇടയാക്കി. അങ്ങനെ അജപാല രംഗത്ത് വളരെ ഫലപ്രദമായ രീതിയിൽ ഇടവകയുടെ നാനാവിധത്തിലുള്ള പുരോഗതിക്ക് വേണ്ടി പ്രയത്നിച്ച അച്ഛനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഓർമ്മിക്കാറുള്ളത്. ആയിരത്തി 1972 ഓണയാത്തിൻകുഴി അച്ഛൻ്റെ നേതൃത്വത്തിൽ ദേശീയ സംഘം ഇപ്പോൾ വളരെ നല്ല പ്രവർത്തിക്കുന്നുണ്ട്. 702 മെമ്പർമാർ ആരാണ് സംഘത്തിലുള്ളത്. അതിൽ 300 പേരോളം സംഘത്തിൽ ശരാശരി പാല് നൽകി വരുന്നുണ്ട്. 1100 ലിറ്റർ പാല് ശരാശരി സംഘത്തിൻ്റെ സംഭരണം. അതിൽ 400 ലിറ്ററോളം പാല് സ്കൂളുകൾ, അംഗൻവാടി, മറ്റ് ഹോട്ടലുകൾ, മറ്റ് പ്രാദേശിക വിൽപ്പന നടത്തി വരുന്നുണ്ട്. ബാക്കി വരുന്ന പാല് കണ്ണൂർ ഡയറിയിലേക്ക് നൽകി വരുന്നു. കണ്ണൂർ ഡയറിയിൽ നിന്നും ഉയർന്ന ഗുണനിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇപ്പോൾ സംഘത്തിൻ്റെ നിലവിലുള്ള സ്ഥിതി. സംഘത്തിൻ്റെ 2013-14 വരെ ഓഡിറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ 7 വർഷമായി സംഘം ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എയിൽ നിൽക്കുന്നു. സ്ഥിരമായി ലാഭത്തിൽ പ്രവർത്തിക്കുകയും അംഗങ്ങൾക്ക് ഇൻസെൻറ്റീവ്, മറ്റ് ബോണസ്, അത് എല്ലാവിധ ആനുകൂല്യങ്ങളും യഥാസമയം നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. സംഘത്തിൽ നിന്നും കർഷകർക്ക് പരമാവധി ആനുകൂല്യങ്ങൾ സംഘം നൽകി വരുന്നുണ്ട്. ശരാശരി 1 ലിറ്റർ പാലിൻ്റെ സംഭരണ വില 32 രൂപ കർഷകർക്ക് നൽകി വരുന്നു. സംഘം ആധുനിക രൂപത്തിലുള്ള പാൽ പരിശോധന, ഗുണനിലവാര പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ ക്ഷീരവികസന വകുപ്പിൻ്റെ ധനസഹായത്തോടുകൂടി നടപ്പാക്കി വന്നിട്ടുണ്ട്. 2013 വർഷത്തിലും ക്ഷീരവികസന വകുപ്പിൻ്റെ അധിഷ്ഠിത പദ്ധതി ഉൾപ്പെടുത്തി ആധുനിക മോഡലുള്ള കൗണ്ടർ സംവിധാനവും കമ്പ്യൂട്ടർവൽക്കരണവും സംഘം നടത്തിയിട്ടുണ്ട്. ഈ സംഘം ഇപ്പോൾ പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരണ സ്ഥാപനമാണ്. കർഷകർക്ക് എല്ലാ സേവനങ്ങളും കമ്പ്യൂട്ടർ മുഖാന്തരമാണ് നടപ്പാക്കി വരുന്നത്.
പാലിൻ്റെ വില 10 ദിവസം കൂടുമ്പോൾ കർഷകർക്ക് യഥാസമയം ബുദ്ധിമുട്ടില്ലാതെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ സംഘം ഒരു 8 വാർഡുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശമായതുകൊണ്ട് എല്ലാവർക്കും നമ്മളെ സംഘത്തിൽ പാല് അളക്കാനുള്ള പ്രയാസങ്ങളുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഡിപ്പോ പോലെ പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് പാല് ശേഖരിക്കുന്നുണ്ട്. കർഷകരുടെ സൗകര്യത്തിന് പാല് ശേഖരിക്കുന്നുണ്ട്. നമ്മുടെ സംഘത്തിലുണ്ടാകുന്ന മറ്റൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ കർഷകർ നല്ല തരത്തിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലായാലും ജനങ്ങളുടെ നല്ല പങ്കാളിത്തം നമുക്ക് കിട്ടുന്നുണ്ട്. 2006, 2007 6-7 ലക്ഷം ഉറുപ്പികയുടെ നഷ്ടം അതിന് മുമ്പ് ഉണ്ടായത്. ആ നഷ്ടം ഈടാക്കിക്കൊണ്ട് ഇപ്പോൾ വരുന്ന ഒരു 10-11 വരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ പ്രവർത്തനം അതുപോലെ തന്നെ അവർക്കുള്ള ഇൻസെൻറ്റീവായിട്ട് പൈസ കൊടുക്കാറുണ്ട്. പാലിൻ്റെ ലിറ്ററിന് അളവ് വെച്ചിട്ട് ഓണത്തിനായിട്ടും ഇങ്ങനെ ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കിട്ടാറുണ്ട്. 1971 ഓണയാത്തുംകുഴി അച്ഛൻ നെല്ലിക്കാമ്പയിൽ പള്ളിയുടെ വികാരിയായിട്ട് വരുമ്പോൾ അന്ന് ധാരാളം ക്ഷീരകർഷകരുണ്ടെങ്കിലും ഈ പഞ്ചായത്തിൽ ഒരു ക്ഷീരസംഘങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് പാല് ഹോട്ടലുകളിൽ കൊണ്ടുപോയി കൊടുത്ത് അവരുടെ ചായ കുടിക്കുന്നതിൻ്റെ പൈസയും കഴിച്ച് ബാക്കി മാത്രം കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അച്ഛൻ വികാരിയായിട്ട് വരികയും ഇടവകയിലെ ഭവന സന്ദർശനം നടത്തുകയും ചെയ്തു. അപ്പോൾ പല വീടുകളിൽ ചെന്നപ്പോൾ പാല് ധാരാളമുണ്ട്, പക്ഷേ വിൽപ്പനയ്ക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പാല് അധികം സർപ്ലസ് ഉള്ള സമയമാണ്. ആ സമയത്ത് കർഷകർ വല്ലാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഒരു സഹകരണ സംഘം രൂപീകരിക്കുന്നതിനെ പറ്റി അച്ഛൻ അന്ന് ഉണ്ടായിരുന്ന അച്ഛൻ്റെ സഹപ്രവർത്തകരായിട്ട് ആലോചിച്ച് പള്ളി കമ്മിറ്റിയും മറ്റുള്ളവരെയൊക്കെ ആലോചിച്ചിട്ട് ഒരു സഹകരണ സംഘം രൂപീകരിക്കാൻ വേണ്ടി ചിന്തിച്ചു. അത് 1972 ജൂലൈ മാസത്തിൽ നടപ്പാക്കി, രജിസ്റ്റർ ചെയ്തു. ജൂലൈ മാസത്തിൽ ആരംഭിച്ചു. അന്ന് ക്ഷീരസംഘങ്ങൾക്ക് പരിയൂർ കല്ലട പഞ്ചായത്തിൽ ഒറ്റ ക്ഷീരസംഘം ഉണ്ടായിരുന്നില്ല. അന്ന് തേർമല, മണിപ്പാറ, മാട്ര, കാലാങ്കി, പുറവയൽ, അറബി, പേരട്ട ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒറ്റ പ്രദേശമായിരുന്നു ഈ സംഘം രൂപീകരിക്കുമ്പോൾ. 212 അംഗങ്ങളെ കൊണ്ടാണ് അന്ന് അച്ഛൻ സംഘം രൂപീകരിച്ചത്. അച്ഛൻ ആദ്യത്തെ മെമ്പർ ചീഫ് പ്രൊമോട്ടറാണ്. ആരംഭത്തിൻ്റെ ചെലവിലേക്ക് തന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് ഇത് ആരംഭിച്ചത്. അന്ന് KS തോമസ് മാസ്റ്റർ മരങ്ങാട്ടുമൽ അദ്ദേഹമായിരുന്നു ഇതിൻ്റെ ഓണററി സെക്രട്ടറി. സംഘം രജിസ്റ്റർ ചെയ്തതിന് ശേഷം പാൽ ഉൽപ്പാദകരെ സമീപിച്ചപ്പോൾ അന്ന് കച്ചവടക്കാരെ അവർക്ക് കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകി പാൽ കിട്ടാത്തൊരവസ്ഥ വന്നിരുന്നു. പക്ഷേ പിന്നീട് എല്ലാവരുടെയും ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പാലുകൾ അളക്കാൻ തുടങ്ങി. 1973 ജനുവരി മാസത്തിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്ത് ശ്രീ KM കുര്യാക്കോസ് കളരിക്കൽ പ്രസിഡൻറ്റും CJ ജോൺ ചീരവറ്റം ഓണററി സെക്രട്ടറിയുമായി സംഘം പ്രവർത്തനം ആരംഭിച്ചു. ആയിരത്തി 1972 സെപ്റ്റംബർ മുതൽ തന്നെ സംഘത്തിൻ്റെ ജീവനക്കാരാണ്. ഞാനായിരുന്നു ആദ്യത്തെ ജീവനക്കാരൻ. പാല് 1971 ഫെബ്രുവരി മാസം 26-ാം തീയതി 25 ലിറ്റർ പാൽ കൊണ്ടാണ് തുടങ്ങിയത്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, പാല് ഇവിടെ മിൽമ പോലുള്ള സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ണൂർ ജില്ലാ മിൽക്ക് സപ്ലൈ യൂണിയൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് പാല് ശേഖരിക്കാനുണ്ടായിരുന്നത്. കൃത്യമായിട്ട് ഒരിക്കലും പണം കർഷകർക്ക് കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ വരെ അന്നുണ്ടായിരുന്നു. അക്കാലത്തെ അച്ഛൻ്റെ സഹപ്രവർത്തകർ ഒരു ശ്രീ വട്ടനാതിർത്ത് മാണി തുടങ്ങിയ ആൾക്കാരൊക്കെ ശാരീരികമായ അധ്വാനവും ഈ സംഘത്തിന് വേണ്ടി ഏറെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ നേതൃത്വം അന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പ്രചോദനമായിരുന്നു മാത്രമല്ല, അച്ഛൻ അതിൻ്റെ ആദ്യകാലം മുതലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നേതൃത്വം വഹിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നല്ലാതെ നേരിട്ട് ഭരണത്തിൽ ഇടപെടുകയോ ഒന്നും ചെയ്തില്ല. നല്ല മിടുക്കരായ ആൾക്കാർ തന്നെയാണ് അച്ഛൻ ഏൽപ്പിച്ചിരുന്നത്. ഗ്രാമത്തിലെ മുഴുവൻ ക്ഷീരകർഷകരെയും ഒന്നിപ്പിച്ചുകൊണ്ടാണ്, അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഏറ്റവും സുതാര്യമായി അച്ഛൻ ഈ പാൽ സൊസൈറ്റിക്ക് രൂപം കൊടുത്തത്.
ഞാൻ ഒരു 10-35 വർഷത്തോളമായി ഞാൻ പശുവിനെ സ്ഥിരമായിട്ട് വളർത്തുന്നു. ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ ലാഭമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ മറ്റ് തൊഴിലുകൾക്കും പോകുന്ന മറ്റെല്ലാ കൂലിപ്പണിക്കോ കെട്ടിടം പണിയുടെ കൂലിപ്പണിക്കോ വെച്ച് പോകുന്ന താരം അത് വെച്ച് നോക്കുമ്പോൾ കന്നുകാലി വളർത്തൽ നഷ്ടമാണെന്ന് എല്ലാവരും പറയുള്ളൂ. പക്ഷേ അതിൻ്റെ ക്രാക്കൾ കൃഷിയും കാര്യങ്ങളുമായിട്ട് ഞാൻ കൃഷിക്കാരനാണ്. കൃഷിയും കാര്യങ്ങളായിട്ടും അതിൻ്റെ ചാണകം ആവശ്യമുണ്ട്. അതിൻ്റെ ക്രാക്കളെ വിറ്റ് കിട്ടുന്ന പൈസ ഇതൊക്കെ അതിൻ്റെ ലാഭമായി. ഇന്നിപ്പോൾ ഈ കൂട്ടിൽ നിൽക്കുന്ന പശുക്കൾ എൻ്റെ കൂട്ടിലുണ്ടായ ക്രാക്കളാണ്. ഞാൻ നേരത്തെ വാങ്ങി വളർത്തിയ ഇതിൽ നിന്ന് ഈ കൂട്ടിൽ ഉണ്ടായി വന്ന് ഇപ്പം വളർത്തുന്ന ക്രാക്കളാണ്. അപ്പോൾ ഈയിടെ ഒരു മൂരിക്കിടാവിന് 9,000 രൂപയ്ക്ക് വിറ്റു, ഒരു പശുക്കിടാവിന് 6,000 രൂപയ്ക്ക് വിറ്റു. അങ്ങനെ ക്രാക്കളെ വിറ്റ് കിട്ടുന്ന പൈസയാണ് നമുക്ക് പണിക്കൂലിയായി. പിന്നെ നമ്മൾ ഇഷ്ടംപോലെ പാല് മോര് കഴിക്കുന്നു, അതിനൊന്നും കണക്കില്ല. ഒരു 35 വർഷം മുമ്പ് ഞാൻ ഈ സൊസൈറ്റിയിൽ പാല് കൊടുക്കാൻ തുടങ്ങിയതാണ്. ആദ്യകാലത്തൊക്കെ സൊസൈറ്റിയിലും അതിന് മുമ്പ് സൊസൈറ്റി വരുന്നതിന് മുമ്പ് വർഷകാലത്ത് പാല് മിച്ചമാണ്, സർപ്ലസാണ്. അന്നേരം ഹോട്ടലിലേക്ക് കൊടുക്കുമ്പോൾ വർഷകാലമാകുമ്പം ചേട്ടാ അന്ന് നാളെ 2 ലിറ്റർ മതി കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് 10 ലിറ്റർ പാലടക്കുന്നവരോട് നാളെ 2 ലിറ്റർ മതി, പാലിന് കച്ചവടം കുറവാണ്. എങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ സൊസൈറ്റി ഒടയത്തൻകുഴി അച്ഛൻ ഇവിടെ തുടങ്ങാനിടയായത്. സൊസൈറ്റി വന്നു കഴിഞ്ഞാൽ ആദ്യകാലത്തെല്ലാം വളരെ സൊസൈറ്റിക്ക് പ്രതിസന്ധികളുണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് അത് ആപ്കോസ് ആക്കി കഴിഞ്ഞപ്പോൾ പാൽ എന്ത് ചെയ്യാനും ഉണ്ടെങ്കിലും വിപണനം ചെയ്യാനുള്ള സൊസൈറ്റിക്ക് എടുക്കാനും അതിൻ്റെ പൈസ കൃത്യമായിട്ട് കൊടുക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളായി. അപ്പോൾ അന്ന് ഇങ്ങനെ സൊസൈറ്റി രൂപീകരിക്കാൻ ഇടയാക്കിയത് ബഹുമാനപ്പെട്ട ഓണയാത്തൻകുഴി അച്ഛനാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ ചെറുതാണ്. ഓണയാത്തൻകുഴി അച്ഛൻ ഇവിടെ എനിക്ക് 20 വയസ്സ് താഴെ പ്രായമുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ സൊസൈറ്റി അങ്ങനെ അന്ന് രൂപകൽപ്പന ചെയ്ത് എടുത്ത ഓണയാത്തൻകുഴി അച്ഛനെ ഞങ്ങൾ പലപ്പോഴും സ്മരിക്കലുണ്ട്, പറയലുണ്ട്. അച്ഛൻ അത് ചെയ്തത് ഈ നാട്ടിൽ അതൊരു വലിയ കാര്യമാണ്. ഇന്നിപ്പോൾ എന്തെങ്കിലും പാലുണ്ടെങ്കിലും ആദ്യകാലത്തൊക്കെ എന്തെങ്കിലും പാലുണ്ടെങ്കിലും സംഘത്തിന് എടുക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ പൈസയും കൃത്യമായിട്ട് 10 ദിവസം പൈസയും കൊടുക്കാൻ കഴിയുന്നുണ്ട്. അത് ഈ സൊസൈറ്റി ഉള്ളതുകൊണ്ടാണ്. അന്ന് എനിക്ക് 25 വയസ്സായിരുന്നു. അന്ന് ഞാൻ ഒരു ക്ഷീര കർഷകനായിരുന്നു. 25 വയസ്സ് തുടങ്ങി 4-5 പശുക്കളെ വളർത്തി ജീവിച്ചു പോരുന്ന ഒരു കാലഘട്ടം. കരുണയേറിയ കാൽവരി കുന്നിലൂറും സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാ
നന്മകൾ പീലി